കർണാടക ചിക്കമംഗളൂരിൽ വിനോദസഞ്ചാരത്തിനെത്തിയ മലയാളി പെൺകുട്ടിയെ കാണാതായി. പാലക്കാട് സ്വദേശി രമേഷിന്റെ മകൾ 15 വയസ്സുകാരി ശ്രീനന്ദയാണ് കാണാതായത്. വീട്ടുകാർക്കൊപ്പം അങ്ങോട്ടേക്ക് ടൂറിന് പോയതാണ്. കുട്ടി മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ്, എന്താണ് സംഭവിച്ചത്? വീട്ടുകാർക്കൊപ്പം പോയ 15-കാരിയെ കാണാതായത് എവിടെയാണ്? ഹാഷ്മി, ഇന്നലെ വൈകിട്ട് അതായത് 5:30 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പാലക്കാട് സ്വദേശികളാണ് ഇവർ ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക്, അതായത് ചിക്കമംഗളൂരുവിലുള്ള ബുധൻഗിരി വ്യൂ പോയിന്റിലേക്കാണ് ഇവർ, ബാബ ബുധൻഗിരി വ്യൂ പോയിന്റിലേക്കാണ് ഇവർ എത്തിയത്. 5:20 വരെ കുട്ടി ബന്ധുക്കൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു, പിതാവിനും മാതാവിനും ഒക്കെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു ചെറിയ സമയത്തിനുള്ളിലാണ് മിസ്സിംഗ് ആവുന്നത്. 5:20 കുട്ടി എടുത്ത ഫോട്ടോയൊക്കെ നമുക്ക് ഉണ്ട്, ഫോട്ടോയും ഉണ്ടായിരുന്നു കുട്ടി അവിടെ ആ സ്പോട്ടിൽ നിന്നെടുത്ത ഫോട്ടോ. പക്ഷേ അതിനുശേഷം വളരെ വേഗത്തിൽ കാണാതാവുന്നു എന്നുള്ളതാണ്. ഇവർ തിരികെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്ന വിവരം അറിയുന്നതും വളരെ വേഗത്തിൽ തന്നെ അവർ അവിടെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ബാബ ബുധൻഗിരി എന്ന് പറയുന്നത് വ്യൂ പോയിന്റും കൊക്കയും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ തിരച്ചിൽ ഇത്തിരി ശ്രമകരമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി അവിടെ പോലീസ് തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇതുവരെയും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. അവിടെ ഇപ്പോൾ ചിക്കമംഗളൂരു നോർത്ത് റൂറൽ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. വനമേഖല അല്ലാത്തത് കൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരച്ചിൽ നടത്താനോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകൾ നടത്താനോ സാധിക്കില്ല എന്നൊരു നില കൂടിയുണ്ട്. ആ കാര്യം അവർ വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും എവിടെയാണ് മിസ്സിംഗ് ആയത്, എന്താണ് പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ചൊന്നും നിലവിൽ പോലീസിന് വലിയൊരു കാര്യമില്ല, അല്ലെങ്കിൽ വലിയൊരു വിവരം എന്തായാലും നിലവിലില്ല. പക്ഷേ പോലീസ് എന്തായാലും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ബന്ധുക്കളും അവിടെ ഉണ്ട്, പിതാവും മാതാവും അതുപോലെ തന്നെ കുട്ടിയുടെ വല്യച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അവിടെ ഉണ്ട്. അവർ അവരുടെ വഴിക്കും ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണം നടന്നു. വളരെ ചെറിയൊരു ഏരിയയിൽ നിന്നാണ് ഈ കുട്ടി മിസ്സിംഗ് ആവുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ലൊക്കേഷൻ പോലീസിന് മനസ്സിലാവുന്നില്ല. അതായത് ഒരു ഫോട്ടോ എടുക്കുന്നു, ഒരു 6-7 മിനിറ്റ് കൊണ്ടാണ് ഈ കുട്ടി മിസ്സിംഗ് ആവുന്നത് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ നമുക്ക് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനിയും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയാണ് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം അറിയുന്നത്. 5:20, അതായത് ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പിലാണ് ഈ കുട്ടി മിസ്സിംഗ് ആവുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.